രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്ര വൈകുന്നു. മണിപ്പൂരിലേക്ക് തിരിച്ച നേതാക്കളുടെ വിമാനം വൈകുന്നതാണ് കാരണം. മൂടൽമഞ്ഞ് കാരണം രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾക്ക് ദില്ലി എയർപോർട്ടിൽ നിന്ന് പുറപ്പെടാൻ സാധിച്ചിട്ടില്ല. വിവരങ്ങളുമായി ജിൽബി ദില്ലിയിൽ നിന്ന് ചേരുന്നു. ജിൽബി, ഭാരത് ന്യായ് യാത്ര 66 ദിവസം നീളുന്ന യാത്രയ്ക്കായി രാഹുൽ ഗാന്ധി ഒരുങ്ങുകയായിരുന്നു. ഇതിനിടെയാണ് ഇത്തരത്തിലൊരു തടസ്സം ഇപ്പോൾ വന്നിരിക്കുന്നത്. നേരത്തെ തന്നെ മണിപ്പൂരിൽ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേഡിയം ഉദ്ഘാടന ചടങ്ങിനായി വിട്ടുകൊടുക്കാൻ തയ്യാറല്ലെന്ന് സർക്കാർ അറിയിച്ചു. ഇതിനെ തുടർന്ന് സ്വകാര്യ മൈതാനത്ത് നിന്നാണ് യാത്ര ആരംഭിക്കേണ്ടിയിരുന്നത്. നിലവിൽ എത്ര സമയം ഇപ്പോൾ വൈകിയിരിക്കുന്നു? എപ്പോഴാണ് ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടന ചടങ്ങ് പറഞ്ഞിരുന്നത്? നിലവിൽ ഈ സാങ്കേതികവും മറ്റ് തടസ്സങ്ങൾ നീങ്ങാനുള്ള ഒരു സാഹചര്യം എങ്ങനെയാണ്? എന്താണ് ഏറ്റവും പുതുതായി നൽകാൻ കഴിയുന്ന, ഏറ്റവും കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന പുതിയ വിവരങ്ങൾ? സിജു, രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് മണിപ്പൂരിൽ ഇന്ന് തുടക്കമാവുകയാണ്. ഇപ്പോൾ നേതാക്കളെല്ലാം ദില്ലിയിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. അതായത് ഈ പുറപ്പെടാനായിട്ട് രാവിലെ തന്നെ നേതാക്കൾ ദില്ലി എയർപോർട്ടിൽ എത്തിയിരുന്നെങ്കിലും കനത്ത മൂടൽമഞ്ഞ് കാരണം വിമാനങ്ങൾ വൈകിയിരുന്നു. അതിനെ തുടർന്ന് പുറപ്പെടാൻ വൈകുകയും ചെയ്തു. എന്തായാലും നിലവില് ഇപ്പോൾ ലഭിക്കുന്ന വിവരം, ഇവർ ദില്ലിയിൽ നിന്നും പുറപ്പെട്ടു, പക്ഷേ അവിടെ എത്താൻ, മണിപ്പൂരിൽ എത്താൻ വൈകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനാൽ ഈ ഉദ്ഘാടന ചടങ്ങ്, അതായത് യാത്രയുടെ ഫ്ലാഗ് ഓഫ് നിശ്ചയിച്ചിരുന്നത് 12:30-ക്കാണെങ്കിൽ ആ സമയം ഇനിയും വൈകും, അതിൽ മാറ്റമുണ്ടാകും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. തൗബലിൽ നിന്നാണ് യാത്ര ആരംഭിക്കുന്നത്. നേരത്തെ ഇംഫാലിലെ പാലസ് ഗ്രൗണ്ടിൽ യാത്ര ആരംഭിക്കാനിരിക്കെയാണ് വലിയ രീതിയിലുള്ള ഒരു തർക്കങ്ങൾ ഉണ്ടാവുകയും അനുമതി നിഷേധിക്കുകയും ഒക്കെ ചെയ്തത്. ചുരുക്കം ആളുകളെ പങ്കെടുപ്പിക്കണമെന്നൊക്കെയായിരുന്നു മണിപ്പൂർ സർക്കാർ അവിടെ വ്യക്തമാക്കിയിരുന്നത്. ഇത് അംഗീകരിക്കാൻ പറ്റാതിരുന്ന കോൺഗ്രസ് ഈ ഉദ്ഘാടന വേദി തൗബലിലേക്ക് മാറ്റി. എന്തായാലും 67 ഏതായാലും ജിൽബി, ഇത് സംബന്ധിച്ച് ആളുകൾക്ക് ന്യായമായും ചില സംശയങ്ങൾ ഉയരുന്നുണ്ട്. കാരണം കഴിഞ്ഞ 2 ആഴ്ചയിലധികമായും ദില്ലിയിലെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ആകെ അതിശൈത്യവും വിമാനങ്ങളടക്കം വൈകുന്ന സാഹചര്യവുമുണ്ട്. 12:30-ക്ക് തുടങ്ങേണ്ട ഒരു പരിപാടിക്ക് രാവിലെ തിരിക്കുന്ന രാഹുൽ ഗാന്ധിയെയും നേതാക്കളെയും എങ്ങനെയാണ് ജനം വിലയിരുത്തുന്നതെന്ന് നോക്കേണ്ടതുണ്ട്. കാരണം ഒരു പരിപാടി വളരെ കൊട്ടിഘോഷിച്ചുകൊണ്ട് 66 ദിവസം നീളുന്ന യാത്ര, ആ ഭാരത് ജോഡോ യാത്രയുടെ 2ാം എഡിഷൻ എന്ന് പറയുന്ന ഭാരത് ന്യായ് യാത്ര, അവിടെ തുടക്കത്തിൽ തന്നെ ഒരു പാളിച്ച വന്നിരിക്കുന്നു. ആദ്യം ഇതിൻ്റെ മൈതാനം നൽകുന്നതിനെ സംബന്ധിച്ചൊരു തടസ്സം വന്നു. ഇപ്പോൾ അവർക്ക് അവിടെ എത്തിച്ചേരാൻ കഴിയുന്നില്ല എന്നുള്ളതും വലിയ തരത്തിൽ ജനങ്ങൾ ആ ഒരു കൗതുകത്തോടു തന്നെ കാണുകയുമാണ്. സിജു, തുടക്കത്തിൽ തന്നെ അത്തരത്തിൽ, അതായത് ദില്ലി ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഈ ശൈത്യത്തിന്റെ വിഷയങ്ങൾ നമുക്കറിയാവുന്നതാണ്. കാരണം ട്രെയിനുകളും അതുപോലെ തന്നെ വിമാനങ്ങളെയും ഒക്കെ ഈ കനത്ത മൂടൽമഞ്ഞ് വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്, ഗതാഗതം താറുമാറാക്കിയിട്ടുണ്ട്. അതിനാൽ തന്നെ നിരവധി ട്രെയിനുകളാണ് വൈകുന്നത്, വിമാനങ്ങളാണ് വൈകുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് മണിപ്പൂരിലേക്കുള്ള യാത്ര പുറപ്പെടുന്നതിൽ ഇപ്പോൾ ഒരു കാലതാമസം വന്നിരിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇന്ന് ഇപ്പോൾ സമയക്രമത്തിൽ മാറ്റമുണ്ടാകുമെങ്കിലും ഉച്ചയോടുകൂടി അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞ് തന്നെ ഇപ്പോൾ യാത്രയുടെ ഫ്ലാഗ് ഓഫ് നടക്കും, അല്ലെങ്കിൽ യാത്ര ആരംഭിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് വൃത്തങ്ങൾ എന്തായാലും അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ മാസങ്ങൾ ബാക്കി നിൽക്കെയാണ് ഇത്തരത്തിലൊരു യാത്രയുമായിട്ട് കോൺഗ്രസ് ഇപ്പോൾ ഇറങ്ങുന്നത്. എന്തായാലും നേരത്തെ ഭാരത് ജോഡോ യാത്ര നടത്തിയിരുന്നു, പക്ഷേ അതിൽ വലിയ രീതിയിലുള്ള ഒരു സ്വീകരണം ജനങ്ങളിൽ നിന്ന് ലഭിച്ചുവെന്ന് കോൺഗ്രസ് അവകാശപ്പെടുമ്പോഴും നമുക്കറിയാം ഈ ഹിന്ദി ഹൃദയഭൂമിയിലെ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസിനേറ്റ തിരിച്ചടിയൊക്കെ നമ്മൾ കണ്ടതാണ്. തെലങ്കാന മാത്രമായിരുന്നു അവർക്ക് പിടിച്ചെടുക്കാൻ സാധിച്ചിരുന്നത്. എന്തായാലും ആ തിരിച്ചടിയിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ ആ നിലപാടുകളൊക്കെ ഒന്ന് മയപ്പെടുത്തിക്കൊണ്ടുള്ള പുതിയൊരു രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനാണ്, അല്ലെങ്കിൽ മണിപ്പൂരിലെ സംഘർഷമൊക്കെ മുൻനിർത്തിക്കൊണ്ട് അത് തെരഞ്ഞെടുപ്പിൽ ഉയർത്തിക്കാട്ടിക്കൊണ്ട് മുമ്പോട്ട് പോകാനായിട്ടാണ് ഇപ്പോൾ കോൺഗ്രസ് ശ്രമിക്കുന്നതെന്ന്